ഭാരതത്തിലെ ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർ കാത്തിരുന്ന ആ വാർത്ത ഇതാ എത്തിയിരിക്കുന്നു. ഊഹാപോഹങ്ങൾക്ക് വിരാമം. മുതിർന്ന പൗരന്മാരോടുള്ള ആദരവും കരുതലും ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ആ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയിൽ മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ ഇളവുകൾ രാജകീയമായി തന്നെ തിരികെ വരുന്നു. അതെ, കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം സാധാരണക്കാരുടെ പോക്കറ്റിലെ ഭാരം കുറയ്ക്കുക മാത്രമല്ല, അവരുടെ യാത്രകൾക്ക് ഇനി മോദി ഗ്യാരണ്ടിയുടെ സുരക്ഷിതത്വവും നൽകും. നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. കേവലം ടിക്കറ്റ് നിരക്കിലെ ഇളവ് മാത്രമല്ല കേന്ദ്രം തിരികെ കൊണ്ടുവരുന്നത്. മുതിർന്ന പൗരന്മാർക്ക് യാത്ര സുഗമമാക്കാൻ രണ്ട് സുപ്രധാന സൗകര്യങ്ങളാണ് റെയിൽവേ മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. ഒന്നാമതായി, ടിക്കറ്റ് നിരക്കിലെ ഇളവുകൾ പഴയതുപോലെ തന്നെ ലഭ്യമാക്കും. ദീർഘദൂര യാത്രകൾക്കായി ട്രെയിനുകളെ ആശ്രയിക്കുന്ന പെൻഷൻകാരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വലിയ സാമ്പത്തിക ആശ്വാസമാണ് നൽകുക. തീർത്ഥാടനങ്ങൾക്കായും മക്കളെ സന്ദർശിക്കാനായും യാത്ര ചെയ്യുന്നവർക്ക് ഇനി ടിക്കറ്റ് നിരക്കിനെ കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. രണ്ടാമതായി, പണത്തിനപ്പുറം ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും കേന്ദ്രം മുൻഗണന നൽകുന്നു. സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും മുതിർന്നവർക്ക് പ്രത്യേക പരിഗണനയും സഹായവും ഉറപ്പാക്കും. അവരുടെ യാത്രകൾ സമ്മർദ്ദരഹിതവും കൂടുതൽ സുഖകരവുമാക്കാൻ റെയിൽവേ ജീവനക്കാർ ഇനി കൂടെ ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ഇളവുകൾ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് രാജ്യത്തെ മുതിർന്ന തലമുറയുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ നടപടി ഇപ്പോൾ സംശയാതീതമായി തെളിയിക്കുകയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വികസന മന്ത്രം വെറും വാക്കല്ലെന്ന് ഈ തീരുമാനത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ചികിത്സാ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ഈ തീരുമാനം ഒരു കൈത്താങ് തന്നെയാണ്. മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണത്. ആർക്കൊക്കെയാണ് ഈ സുവർണാവസരം ലഭിക്കുക എന്ന് നോക്കാം. കൃത്യമായ മാനദണ്ഡങ്ങൾ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാം. പുരുഷന്മാർ 60 വയസ്സും അതിൽ കൂടുതലും ഉള്ളവരായിരിക്കണം. സ്ത്രീകൾക്ക് 58 വയസ്സും അതിൽ കൂടുതലും പ്രായമുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ആനുകൂല്യങ്ങൾക്ക് അർഹത ഉണ്ടാവുന്നത്. ശ്രദ്ധിക്കുക, യാത്ര ചെയ്യുമ്പോൾ പ്രായം തെളിയിക്കുന്ന സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ കൈവശം കരുതാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാവുകയുള്ളൂ. ബുക്കിംഗ് സമയത്ത് കൃത്യമായ പ്രായം തന്നെ നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകി ഇളവ് നേടാൻ ശ്രമിച്ചാൽ കനത്ത പിഴയും നടപടികളും ഉണ്ടാകുമെന്ന് റെയിൽവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത യാത്ര ഉടൻ തന്നെ പ്ലാൻ ചെയ്യാം ധൈര്യമായി. തിരക്കുകൾ ഒഴിവാക്കാനും ലോവർ ബർത്തുകൾ ഉറപ്പാക്കാനും ടിക്കറ്റുകൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ മുതിർന്നവർക്ക് ആദരവും യാത്രക്കാർക്ക് ലാഭവും നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം പരമാവധി പ്രയോജനപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.